ുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പി കെ ബഷീർ മന്ത്രിസഭയിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എത്തുന്നുണ്ടെന്ന് വിജിൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി അബ്ദുൽ ഗഫൂറോ അതല്ല എ കെ മഷ്റഫോ എന്ന ചോദ്യമാണ്. എറണാകുളമാണോ കാസർഗോഡാണോ? അപ്പോൾ പാറക്കൽ അബ്ദുള്ള പോയി കഴിഞ്ഞാൽ കോഴിക്കോട്ട് മന്ത്രിയില്ല. അതും ലീഗിനെ വലയ്ക്കുന്നൊരു കാര്യമാണ്. കാരണം കോഴിക്കോട്ട് ലീഗിനും ധാരാളം സീറ്റുകളുണ്ട്. വിജിൻ, അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കില്ലേ? അതാണ് എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ചയാവുക. നിലവിൽ എന്തായാലും തീരുമാനം തങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നീട് തങ്ങളെ അത് പ്രഖ്യാപിക്കാനായി നിയോഗിക്കും. ആ കാര്യം ആണ് നേരെ വി ഡി സതീശനെ അറിയിക്കുക, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ പാറക്കൽ അബ്ദുള്ളയ്ക്ക് പകരം പി കെ ബഷീർ വരുമ്പോൾ ഒരു പ്രാദേശിക സന്തുലിതാവസ്ഥ കൂടി പരിഗണിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം പരിഗണിച്ചാൽ ഒരുപക്ഷെ മലബാറിന് പുറത്തേക്ക് കോഴിക്കോടിന് പകരം അത് കാസർഗോഡ് ഒരു മന്ത്രി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എങ്കിൽ അങ്ങനെയെങ്കിൽ എ കെ മഷ്റഫിന്റെ പേരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വി അബ്ദുൽ ഗഫൂർ അദ്ദേഹം നിലവിൽ കളമശ്ശേരി MLA ആണ്, ഇബ്രാഹിംകുട്ടിയുടെ മകനാണ്. അങ്ങനെയുള്ള ഒരു വികാരം ഉൾപ്പെടെ ആദ്യമായി MLA ആകുന്ന ആളാണ് എന്നുള്ള ഒരു പ്രശ്നം നിലവിലുണ്ട്. എക്സ്പീരിയൻസ് കുറവ് എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാദേശിക സന്തുലിതാവസ്ഥ പരിഗണിക്കുക അല്ലെങ്കിൽ അതിനപ്പുറം മധ്യ കേരളത്തിൽ നിന്ന് ഒരാളെ എത്തിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് എത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് പോവുക. എന്തായാലും 5ാം മന്ത്രി ആര് എന്ന കാര്യത്തിലുള്ളൊരു ചർച്ചയാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും പാറക്കൽ അബ്ദുള്ളയ്ക്ക് പകരം പി കെ ബഷീർ വരും എന്നുള്ള സൂചനകൾ അത് സജീവമായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ തന്നെ തീരുമാനം വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്.